നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. വിഭാഗീയതയില്ല, ലേനം സാധ്യവുമല്ല. കേരളത്തിലെ CPM-ൽ വിഭാഗീയത അവസാനിച്ചുവെന്ന് പ്രകാശ് കാരാട്ട്. വിഭാഗീയതയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള അവസാനവട്ട ശ്രമങ്ങൾ നടക്കുന്നു. പാർട്ടി കോൺഗ്രസിന് മുമ്പ് ഇടതുമുന്നണി വിപുലീകരിക്കും. തീരുമാനം UDF വിടുന്നവരെ വിലയിരുത്തിയ ശേഷം. CPM-CPI ലയനം പ്രായോഗികമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലയനം അനിവാര്യമാണെന്ന CPI നിർദ്ദേശം കാരാട്ട് തള്ളി. കേന്ദ്രത്തിൽ മൂന്നാം മുന്നണി രൂപീകരിക്കില്ല. VS-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്വത്തിൽ അന്തിമ തീരുമാനം പാർട്ടി കോൺഗ്രസിൽ. പാർട്ടിയിലെ വിഭാഗീയതയ്ക്ക് കാരണം പാർലമെന്ററി വ്യാമോഹമെന്നും കാരാട്ട്. അവസാനത്തെ ആണിയടിച്ചു. KM മാണിക്കെതിരെ രൂക്ഷമായ അഴിമതി ആരോപണങ്ങളുമായി മുഖ്യമന്ത്രിക്ക് PC ജോർജിന്റെ കത്ത്. 10 പേജുള്ള കത്തിൽ മാണിയുടെ അഴിമതികൾ എണ്ണിപ്പറയുന്നു. മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രം. മാണിക്ക് അന്ധമായ പുത്രവാത്സല്യം. സോളാർ ബാർകോഴ കുംഭകോണങ്ങളിൽ ജോസ് കെ മാണിക്ക് പങ്ക്. വൻകിട ടയർ കമ്പനി പ്രതിനിധികൾ ജോസ് കെ മാണിക്ക് 10 കോടി നൽകി. റബ്ബർ കർഷകരെയും മാണി വഞ്ചിച്ചു. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ സ്ഥാനം ഉപയോഗിച്ച് അഴിമതിക്കെതിരെ പോരാടും. UDF-ന്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ചീഫ് വിപ്പ് സ്ഥാനത്തുനിന്ന് നീക്കാനുള്ള തീരുമാനം ജനാധിപത്യ വിരുദ്ധം. കേരള കോൺഗ്രസിന് കിട്ടേണ്ട 3ാം മന്ത്രിസ്ഥാനം മാണി അട്ടിമറിച്ചു. മാണിക്ക് മുന്നിൽ മുഖ്യമന്ത്രി മുട്ടുമടക്കിയത് പരമദയനീയമെന്നും കത്തിൽ. പുറത്തായാലും പുകഞ്ഞുതന്നെ. പറഞ്ഞും പുകഞ്ഞും PC ജോർജ് പുറത്ത്. ചീഫ് വിപ്പ് സ്ഥാനത്തു നിന്നും UDF ഉന്നതാധികാര സമിതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ജോർജിന്റെ അടുത്ത ബോംബിന് കാത്ത് മാണിയും മുന്നണിയും. കേരള കോൺഗ്രസിൽ നിന്ന് ഇനി തന്നെ പുറത്താക്കേണ്ടെന്ന് ജോർജ്. ഇനി പോരാട്ടം പാർട്ടിക്കുള്ളിൽ നിന്ന്. UDF-ൽ നിന്ന് തനിക്ക് നീതി കിട്ടിയില്ലെന്നും ജോർജ്. MLA സ്ഥാനം രാജിവെക്കില്ല. മറ്റൊരു പാർട്ടിയുമായും മുന്നണിയുമായും സഹകരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. കേരള കോൺഗ്രസിന്റെ 2 ഇല ചിഹ്നം തനിക്കുള്ളതെന്നും അവകാശവാദം. ജോർജിനെ പുറത്താക്കണമെന്ന ആവശ്യവുമായി മുഖ്യന് മാണി കത്തു നൽകിയത് മാർച്ച് 26-ന്. മാരത്തൺ ചർച്ചകൾക്കൊടുവിലെ പ്രഖ്യാപനം ഇന്നലെ രാത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോർജുമായി നടത്തിയ അവസാന കൂടിക്കാഴ്ചയിൽ. കത്തിത്തീരില്ല, സരിതയുടെ കത്ത്. കത്തിപ്പടരാൻ സരിതയുടെ കത്ത് വിവാദം. തിങ്കളാഴ്ച പുറത്തായ കത്ത് വ്യാജമെന്ന വാദവുമായി ഇന്നലെ സരിത മാധ്യമങ്ങളെ കണ്ടപ്പോൾ പുറത്തായത് ആരും പ്രതീക്ഷിക്കാത്ത പേരുകൾ. പത്രസമ്മേളനത്തിൽ സരിത പ്രദർശിപ്പിച്ചത് ഒറിജിനൽ കത്ത്. വാദം, കത്തിൽ ജോസ് കെ മാണിയുടെ പേരില്ലെന്ന്. ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രത്തിൽ ജോസ് കെ മാണിക്ക് പുറമെ വേറെയും ഉന്നതരുടെ പേരുകൾ. ഡൽഹിയിൽ വച്ച് ജോസ് കെ മാണിയെ കണ്ടെന്നും തന്നെ നിർബന്ധിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നും വിവരണം. കത്തിൽ ഗ്രൂപ്പ് മന്ത്രിയുടെയും സൂപ്പർ താരത്തിന്റെയും പേരുകളും. ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.